യാത്രാക്ലേശമാണല്ലോ പരിഹരിക്കേണ്ടത്. നമുക്ക് ബദൽ സംവിധാനങ്ങളുണ്ട്, ഈ വനഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ ബദൽ പാതകൾക്ക് പുറകെ സംസ്ഥാന സർക്കാർ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കണം. 120 കോടി മുടക്കിയാൽ ഉണ്ടാകാവുന്ന പ്രാവർത്തികമാകുന്ന ഒരു പദ്ധതിക്ക് പുറകെ സംസ്ഥാന സർക്കാർ പോകാതെ 2200 കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതിക്ക് പുറകെ സംസ്ഥാനത്തെ സർക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. BJP തുരങ്കപാതയ്ക്കൊന്നും എതിരല്ല, ഒരു സംശയമില്ല. പക്ഷെ ബദൽ പാത ഉണ്ടാക്കിയിട്ട് യാത്രാക്ലേശം പരിഹരിച്ചിട്ട് വേണം മറ്റൊരു മേഖലയിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇത് ജനങ്ങൾക്കറിയാം. എന്തിനാണ് 120 കോടി മുടക്കാൻ സാധിക്കാതെ 2200 കോടിക്ക് മുടക്കുന്നത്? ഇനി അതുപോലെ തന്നെ അവിടെ പൊട്ടിക്കുന്ന മിനറൽസ്, അവിടെ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന മിനറൽസ്, അവിടെ കല്ല്, മണല്, മറ്റുള്ള ഇതൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതൊന്നും എവിടെയും DPR നമ്മൾ കണ്ടിട്ടില്ല. അവിടുന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയ മലയാണ് തുറക്കാൻ വേണ്ടി പോകുന്നത്, ചെറിയ കാര്യമൊന്നല്ല. അപ്പോ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്നൊക്കെ പറയുന്നത് പോലെ, ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ഊഹിച്ചോളൂ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. അതിന്റെ പിന്നിൽ 10 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പദ്ധതിയാണ് യാത്രാക്ലേശത്തിന് പരിഹാരമെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ